ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സാലം ലേണിംഗ്. നിയാമിസ് ആണ്. എന്റെ മക്കൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് പബ്ലിക് എക്സാമിലേക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടാകും. ആ ടെൻഷനൊന്നും വേണ്ട. കണ്ടന്റ് കൃത്യമായിട്ട് അറിയാന്നുണ്ടെങ്കിൽ എങ്ങനെയൊക്കെ ചോദ്യം ചോദിച്ചാലും മക്കൾ എഴുതാൻ വേണ്ടി പറ്റും. സോ കണ്ടന്റ് ആണ് ആദ്യം പഠിച്ചു വെക്കേണ്ടത്, കൃത്യമായിട്ട് പഠിക്കേണ്ടത്. ഈ വീഡിയോയിൽ മിസ് വന്നിട്ടുള്ളത് നമ്മുടെ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ അല്ലെ, തിയറി ഓഫ് ഫോം ആൻഡ് പെർഫെക്റ്റ് കോമ്പറ്റീഷനിലെ എപ്പോഴും ആവർത്തിച്ച് ചോദിക്കുന്ന 8 മാർക്കിനും 5 മാർക്കിനും ഒക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗം. ആ ഭാഗത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടാവുക. 8 മാർക്കിനും ചോദിക്കാം, 5 മാർക്കിനും ചോദിക്കാം. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ? എക്സ്പ്ലെയിൻ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ കണ്ടീഷൻ അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡയഗ്രാം. എന്താണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ? അതോടൊപ്പം തന്നെ എന്തൊക്കെയാണ് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാനുള്ള കണ്ടീഷൻസ്, അത് ഡയഗ്രത്തിന്റെ ഹെൽപ്പോടെ വിവരിക്കാന്നാണ് പറഞ്ഞിട്ടുള്ളത്. വേണമെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ സെപ്പറേറ്റ് 2 മാർക്കിനോ 3 മാർക്കിനോ ചോദിക്കാം. അല്ലെങ്കിൽ 8 മാർക്കിന് 2 ക്വസ്റ്റ്യനും കൂടെ ഉൾപ്പെടുത്തി ചോദിക്കാം. 8 മാർക്കിനാവണമെന്നില്ല, 5 മാർക്കിനും ചോദിക്കാം. എങ്ങനെ ചോദിച്ചാലും എഴുതേണ്ടത് കുറച്ച് അഡീഷനും കുറച്ച് സബ്സ്ട്രാക്ഷനും ഒക്കെ വരുത്തിയാൽ മതി. അതായത് കുറച്ച് കൂടുതലും കുറച്ച് എഴുതിയാൽ മതി. അപ്പൊ 8 മാർക്കിനും 5 മാർക്കിനും ആയിക്കോളും. 8 മാർക്കിന്റെ ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ മക്കൾ എത്രത്തോളം എഴുതണമെന്ന് മിസ് ഇപ്പൊ പറഞ്ഞു തരാം കേട്ടോ. ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് അറ്റൻഡ് ചെയ്യണ്ടേ? വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ? എന്താണ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്? ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്. ഒരുപാട് വാങ്ങിക്കുന്ന ആൾക്കാരും ഒരുപാട് സെല്ല് ചെയ്യുന്ന വിൽക്കുന്ന ആൾക്കാരും ഉണ്ടാകും. ഇനി ഹോമോജീനിയസ്. ഒരു കടയിൽ ബിരിയാണി ആണെന്നുണ്ടെങ്കിൽ എല്ലാ കടയിലും ബിരിയാണി ആയിരിക്കും. സെയിം സൈസ് ആയിരിക്കും, സെയിം മണം, സെയിം ടേസ്റ്റ്, സെയിം ക്വാണ്ടിറ്റി ആൻഡ് ഓൾസോ യൂണിഫോം പ്രൈസ്. സെയിം പ്രൈസ് 150 രൂപയാണെന്നുണ്ടെങ്കിൽ എല്ലാ കടയിലും 150 രൂപ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി, ഇങ്ങനെ ഒരു മാർക്കറ്റ് സിറ്റുവേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല അല്ലെ? ഭയങ്കര റെയർ ആയിരിക്കുമല്ലോ. എല്ലാ സാധനങ്ങൾക്കും സെയിം വിലയുള്ള ഒരു മാർക്കറ്റ് എന്ന് പറയുന്നത് ഭയങ്കര റെയർ ആയിരിക്കൂലേ? സാധനങ്ങൾ സെയിം ആണ്, ഹോമോജീനിയസ് ഐഡന്റിക്കൽ പ്രൊഡക്ട്സ് ആണ്. അങ്ങനെയുള്ള മാർക്കറ്റ് കണ്ടീഷൻസ് കുറവായിരിക്കും. അടുത്ത ഫീച്ചർ പെർഫെക്റ്റ് മൊബിലിറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ആരൊക്കെയാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ? ലാൻഡ്, ലേബർ, ഓർഗനൈസർ ആൻഡ് ക്യാപിറ്റൽ. ആൻഡ് ഗുഡ്സിനും എന്തായിരിക്കും? പെർഫെക്റ്റ് മൂവ്മെന്റ് ആയിരിക്കും, പെർഫെക്റ്റ് മൊബിലിറ്റി ആയിരിക്കും. ഇനി പെർഫെക്റ്റ് നോളജ് അബൌട്ട് മാർക്കറ്റ് കണ്ടീഷൻ. മാർക്കറ്റിൽ എന്തൊക്കെ നടക്കുന്നുള്ളതിനെ പറ്റി കൃത്യമായ നോളജ് ആർക്കുണ്ടാകും? പെർഫെക്റ്റ് കോമ്പറ്റീഷനുള്ള കച്ചവടക്കാർക്ക് ഉണ്ടാകും. ഇനി ഫ്രീഡം ഓഫ് എൻട്രി ആൻഡ് എക്സിറ്റ്. ഏതൊരു ഫേമിനെ വന്ന് കട തുടങ്ങാം, ഏതൊരു ഫേമിനെ കട നിർത്തി പോവാൻ ചെയ്യാം. ആരും ചോദിക്കാനും പറയാനും ഒന്നുമില്ല. ആബ്സെൻസ് ഓഫ് ഗവൺമെന്റ് കൺട്രോൾ. ഗവൺമെന്റിന്റെ കൺട്രോൾ ഇവിടെ ഇല്ല. യൂണിഫോം പ്രൈസ് മിസ് ആദ്യം പറഞ്ഞതാണ്, സെയിം പ്രൈസ് ആയിരിക്കും. ബിരിയാണിക്ക് 150 ആണെങ്കിൽ എല്ലാ കടയിലും 150 തന്നെ ആയിരിക്കും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ആ ഭാഗത്തിലേക്ക് പോകാം. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ കണ്ടീഷൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് കുറച്ച് ഇൻട്രോ കാര്യങ്ങളൊക്കെ എഴുതാം. ഓക്കെ, എസ് എഴുതുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്, ഇൻട്രൊഡക്ഷൻ പ്രധാനമാണ്. സോ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ആദ്യം എന്താണ് പ്രോഫിറ്റ് എന്ന് എഴുതണ്ടേ? എന്നിട്ടല്ലേ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ കണ്ടീഷൻസ് പറയുന്നത്. എന്താണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്? ടോട്ടൽ റവന്യൂവിന്റെയും ടോട്ടൽ കോസ്റ്റിന്റെയും വ്യത്യാസത്തെയാണ്, ഡിഫറൻസിനെയാണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് അല്ലെ? ഞാൻ എത്ര ചെലവാക്കി, എനിക്ക് എത്ര ഇൻകം കിട്ടി, അതിന്റെ ഡിഫറൻസ് ആണ്. ടോട്ടൽ റവന്യൂവിന്റെയും ടോട്ടൽ കോസ്റ്റിന്റെയും ഡിഫറൻസ് ആണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. A firm reaches equilibrium from the difference between TR and TC is maximum അല്ലെ? ഒരു ഫേം ഇക്വിലിബ്രിയത്തിലാകുന്ന എപ്പോഴാ? TRന്റെയും TCന്റെയും വാല്യൂ മാക്സിമത്തിലാകുമ്പോൾ, ഏറ്റവും കൂടിയ വാല്യൂ എത്തുമ്പോഴാണ് ഒരു ഫേം ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യുന്നത്. ഇനി ഡിഫറൻസ് ബിറ്റ്വീൻ TR and TC will be maximum when the following 3 conditions are satisfied. അങ്ങനെ വെറുതെ ഒന്നും TRന്റെയും TCയുടെയും ഡിഫറൻസ് മാക്സിമത്തിലാകില്ല. 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ഇവർ എന്ത് ചെയ്യുള്ളൂ? മാക്സിമത്തിലാകുള്ളൂ. എന്തൊക്കെയാണ് 3 കണ്ടീഷൻസ്? ഇപ്പൊ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട്, ഇവിടെ ക്വസ്റ്റ്യനകത്ത് ഷോർട്ട് റണ്ണോ ലോങ് റണ്ണോ പറഞ്ഞിട്ടില്ല. ഇനി നിങ്ങളോട് ഷോർട്ട് റൺ എന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലും നിങ്ങൾ വരയ്ക്കേണ്ടത് ഷോർട്ട് റൺ തന്നെയാണ്. ക്വസ്റ്റ്യനകത്ത് സ്പെസിഫിക്കലി ലോങ് റൺ എന്ന് പറഞ്ഞാൽ മാത്രം നിങ്ങൾ ലോങ് റൺ വരച്ചാൽ മതി. അല്ലാത്ത പക്ഷം ഷോർട്ട് റൺ ആണ് നിങ്ങൾ എഴുതേണ്ടത്. തലയിൽ കയറിയോ, കത്തിയോ, സെറ്റല്ലേ? എന്താണ് ലോങ് റൺ എന്ന് പറഞ്ഞാൽ മാത്രം ലോങ് റൺ വരച്ചു വെച്ചാൽ മതി. രണ്ടും കൂടെ വരച്ചു വെച്ച് വെറുതെ സമയം കളയരുത്. സോ നമുക്ക് എന്ത് ചെയ്യാം? ആ കണ്ടീഷൻസിലേക്ക് പോകാം. P must be equal to MC. P MCക്ക് ഈക്വൽ ആകണം. MC നോൺ ഡിക്രീസിങ് ആവണം. MC എന്ത് ചെയ്യണം? MRനെ താഴെ നിന്ന് വേണം കട്ട് ചെയ്യാൻ. അതോടൊപ്പം തന്നെ പ്രൈസ് AVCയേക്കാൾ കൂടുതലോ AVCക്ക് തുല്യമോ ആയിരിക്കണം ഷോർട്ട് റണ്ണില്. ഈ 3 കണ്ടീഷൻ അറ്റൈൻ ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? പ്രോഫിറ്റ് മാക്സിമൈസേഷൻ സംഭവിക്കുള്ളൂ. ഈ 3 കണ്ടീഷൻസും അറ്റൈൻ ചെയ്യുന്ന ഒരൊറ്റ ഡയഗ്രം മാത്രം വരച്ചാൽ മതി. അതാണ് ഈ ഡയഗ്രം. നോക്കിക്കേ,
ഇവിടെ നിങ്ങൾക്ക് കാണാം SAC ഉണ്ട്, AVC ഉണ്ട്, SMC ഉണ്ട്. ഇവരൊക്കെ എന്താണ് ഇവിടെ കയറിയിരിക്കുന്നത്? ബിക്കോസ് ഇറ്റ് ഇസ് ഷോർട്ട് റൺ ആണ് അല്ലെ. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ്, ഷോർട്ട് റൺ ആണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ X ഉണ്ട്, Y ഉണ്ട്. Yയില് പ്രൈസും കോസ്റ്റും, Xൽ ഔട്ട്പുട്ട് ആണ് എടുത്തിരിക്കുന്നത്. ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഇതാണ് പ്രൈസ്. പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ പ്രൈസ് യൂണിഫോം അല്ലേ? P തന്നെയാണ് AR തന്നെയാണ് MR. അടുത്ത കണ്ടീഷൻ എന്താ മക്കളെ? P must be equal to MC. P MCക്ക് ഈക്വൽ ആകണം. നോക്കിക്കേ, P ഇതാണ്, MC ഇതാണ്. ഇവർ തമ്മിൽ ഈക്വൽ ആവുന്ന പോയിന്റ് ഏതാണ്? ഇതാണ്. സോ A എന്ന് പറഞ്ഞ പോയിന്റ് ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ കണ്ടീഷൻ നോക്കാം. രണ്ടാമത്തെ കണ്ടീഷൻ 2 പാർട്ട് ഉണ്ട്. ഫസ്റ്റ് പാർട്ട് MC ഷുഡ് ബി നോൺ ഡിക്രീസിങ്. MC നോൺ ഡിക്രീസിങ് ആയിരിക്കണം. MC നോൺ ഡിക്രീസിങ് അല്ലേ? ആണ്. ഇൻക്രീസിങ് പൊസിഷനിലല്ലേ? ആണ്. സോ രണ്ടാമത്തെ കണ്ടീഷന്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്തു. ഇനി സെക്കൻഡ് പാർട്ട് എന്താണ്? MC കർവ് ഷുഡ് കട്ട് ദ MR കർവ് ഫ്രം ദ ബിലോ. MR എന്ന് പറയുന്നതല്ലേ ഇതല്ലേ? അപ്പൊ MC MRനെ താഴെ നിന്ന് വേണം കട്ട് ചെയ്യാൻ അല്ലേ? താഴെ നിന്നല്ലേ കട്ട് ചെയ്യുന്നത്. സോ 2 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന A എന്ന് പറഞ്ഞ പോയിന്റ് ആണ് ഇപ്പോഴും നമ്മുടെ മുന്നിലുള്ളത്. അടുത്തൊരു പോയിന്റ് കൂടെ ഉണ്ട്, അവിടെ നമുക്ക് നോക്കണം. പ്രൈസ് AVCയേക്കാൾ കൂടുതലോ AVCക്ക് തുല്യമോ ആയിരിക്കണം. നിങ്ങൾ നോക്കിക്കേ, പ്രൈസ് AVCയേക്കാൾ കൂടുതലല്ലേ? സോ ഈ 3 കണ്ടീഷനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന A എന്ന് പറഞ്ഞ പോയിന്റ് ആണ് എന്ത്? ഇക്വിലിബ്രിയം പോയിന്റ്. ഈ ഷെയ്ഡഡ് പോർഷൻ ആണ് എന്ത്? പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് എന്ത് വരയ്ക്കുക? ഷോർട്ട് റണ്ണില് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ നമ്മൾ വരയ്ക്കുക. ഇനി നിങ്ങളോട് ലോങ് റൺ ആണ് ചോദിച്ചെന്നുണ്ടെങ്കിൽ ഒന്നുമില്ല, ആ കണ്ടീഷൻസിൽ അവസാനത്തെ കണ്ടീഷൻസ് മാത്രമേ മാറുന്നുള്ളൂ. കാരണം ഇവിടെ എന്തില്ല? വേരിയബിൾ കോസ്റ്റുകൾ മാത്രമേ ഉള്ളൂ, ഫിക്സഡ് കോസ്റ്റുകൾ ഇല്ലാത്തത് കൊണ്ട് പ്രൈസ് എല്ലാ റേസിയേക്കാൾ കൂടുതലോ എല്ലാ റേസിക്ക് തുല്യമായിരിക്കണം. അപ്പൊ ഇവിടെ കുറെ ചെറുപറ കർവുകളൊന്നും ഇല്ല. ആകെ നമ്മുടെ LRMCയും LRACയും മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. പ്രൈസ് LRMCക്ക് ഈക്വൽ ആയി, Aയിലാണ് ഈക്വൽ ആയത്. അതേപോലെ LRMC താഴെ നിന്നാണ് കട്ട് ചെയ്യുന്നത്, കറക്റ്റ് ആണ്. LRMC നോൺ ഡിക്രീസിങ് പൊസിഷനിലാണ്, ആണ്. മൂന്നാമത്തെ കണ്ടീഷൻ എന്താണ്? LRACയേക്കാൾ കൂടുതലായിരിക്കണം പ്രൈസ്, ആണോ? അത് 3ഉം സാറ്റിസ്ഫൈ ചെയ്യുന്ന A എന്ന് പറഞ്ഞ പോയിന്റ് ആണ് പ്രോഫിറ്റ് മാക്സിമൈസിങ് പോയിന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയുന്നത്. ഇനി ഈ ഷെയ്ഡഡ് പോർഷൻ ആണ് എന്താ പറയുന്നത്? പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുന്നത്. എന്റെ മക്കൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഭാഗങ്ങളൊക്കെ ഡൗട്ട് ഉണ്ട്, വീഡിയോ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മുടെ ഈ വീഡിയോയുടെ അടിയിൽ കമന്റ് ചെയ്യുക. നമ്മൾ നോക്കട്ടെ നിങ്ങൾക്ക് എന്തൊക്കെ കണ്ടന്റ് ആണ് ആവശ്യമുള്ളത് നമുക്ക് അറിയണമല്ലോ. സോ കൃത്യമായിട്ട് നിങ്ങൾ സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക, നമ്മൾ അതനുസരിച്ചുള്ള വീഡിയോ ഒക്കെ ചെയ്യുന്നതായിരിക്കും. ഇനി വരാൻ പോകുന്ന സൂപ്പർ 30-ല്, മിനി മാരത്തോണില്, മെഗാ മാരത്തോണില് എന്റെ മക്കൾ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അടിപൊളിയായിട്ട് പഠിക്കുക, നല്ല മാർക്ക് വാങ്ങിക്കുക. ഓൾ ദി ബെസ്റ്റ്.